ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നിപ്പം നിങ്ങൾ വിചാരിക്കുന്നവിടെ എന്താ ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്ന് മൊത്തത്തിൽ വാരി വെച്ചിട്ടിട്ടുണ്ട്. 2 കവറെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തത് ശരിക്കും ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പോകാനുള്ള പ്ലാനിങ് ഇല്ല. നാട്ടിൽ പോകാൻ ടിക്കറ്റെല്ലാം എടുത്ത് റെഡിയായി, ഇനി കുറച്ച് ദിവസമേ പോകാനുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് കുറേ ഒഴിവാക്കാനുണ്ടാവും, കുറേ ഒരുക്കാനുണ്ടാവും, അങ്ങനത്തെ കുറേ ടിപ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഒരു വ്ളോഗാണേ എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഡ്രസ്സെല്ലാം വാരി വെച്ചിട്ടുണ്ട്. എല്ലാവരും ആയിട്ടില്ല കേട്ടോ. ഞാൻ വെച്ചാൽ ഓരോ ആളതായിട്ട് ചെയ്യാം. ഇന്നുൻ്റെ ഇന്നലെ ചെയ്ത് വെച്ച്, ഇന്ന് എൻ്റെത് ജമ്മുൻ്റെതും ഉണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇടണം. അപ്പോൾ ഞാൻ വെച്ച് ഇവിടെ മാറ്റി വിരിച്ചിട്ട് ഇങ്ങനെ എടുത്തിടുമ്പോൾ അൾമാരിയുടെ അടുത്തായതുകൊണ്ട് ഓരോന്നോരോന്ന് ഇട്ട് വേമ്പേ ഒരുക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി വീഡിയോ എടുത്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആക്കും അങ്ങനെയെല്ലാം പറ്റിയിട്ടില്ല. ഇപ്പം പ്രത്യേകിച്ച് നാട്ടിലെല്ലാം പോകുന്ന ആക്കെല്ലാം എന്തെങ്കിലും എല്ലാം ആയിട്ട് ടിപ്സ് കിട്ടുമല്ലോ, ആർക്കെങ്കിലും ഒരാൾക്കും ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതന്നെ 2 കവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നിൽ ചാരിറ്റി കൊടുക്കണ്ട, അതായത് ഇവിടെ ബോക്സ് ഉണ്ടല്ലോ, അങ്ങനെ അതിലിടാനുള്ളതും, പിന്നെ ഒന്നിൽ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഇടുന്ന പഴയ ഡ്രസ്സ് ഉണ്ടാവില്ലേ, അത് ഒഴിവാക്കുന്നതാണ്. അങ്ങനെ അപ്പോൾ ചാരിറ്റിയിൽ നമ്മളതൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഡ്രസ്സ് അങ്ങനെ കൊടുക്കാൻ. കാരണം നമ്മൾ ഇപ്പം നല്ല ഡ്രസ്സെല്ലാം ആകുമ്പോൾ പഴയതാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇട്ട് അതങ്ങനെ നല്ലപോലെ ഇട്ട് ഒഴിവാക്കുകയല്ലേ ചെയ്യുക. അങ്ങനെ അതിലിടാൻ പറ്റിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്നുവിൻ്റെ കുറേ ഡ്രസ്സ് ഉണ്ട്. സംഭവം എന്താ വെച്ചാൽ ഓള് നീളം വെക്കുന്ന പ്രായമല്ലേ, അപ്പോൾ നമുക്കങ്ങനെ വലിയ മാറ്റം തോന്നുന്നില്ല. പക്ഷേ ഡ്രസ്സ് കാണുമ്പോൾ എല്ലാം മാറ്റം തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം പാൻറ്റാണെങ്കിൽ കയറുക, ടോപ്പാണെങ്കിൽ ഇങ്ങനെ കയറി പോവുക, എല്ലാം ആയിട്ട് ചെറുതായി പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓളതെല്ലാം അതിൽ കൊണ്ടുപോയിടുക. എല്ലാം നല്ല ഡ്രസ്സാണ്. പിന്നെ നമ്മളതൊന്നും അങ്ങനെ പഴയതൊന്നും ഇല്ല കേട്ടോ. അല്ല, വീട്ടിൽ നിന്ന് ഇടുന്നത് ഒഴിവാക്കാനേ ഉള്ളൂ. അങ്ങനെ അതിൽ കൊണ്ടുപോയിടുക, ബോക്സിലിടാനുള്ളതൊന്നുമില്ല. അങ്ങനെ അപ്പോൾ ഇത് ഓരോ ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ നീറ്റായിട്ട് ഞാൻ മടക്കി വെക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇരിക്കേണ്ട എന്തിങ്ങനെ മടക്കി വെക്കുന്നതെന്നുള്ളത് സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതെല്ലാം ലിസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ നമ്മൾ, ഒഴിവാക്കേണ്ടത്, പഴയത് വീട്ടിൽ നിന്ന് ഇടുന്നത് അങ്ങനെ വേറെ, പിന്നെ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് അങ്ങനെയെല്ലാം ഒഴിവാക്കുന്ന, അതിനെ ലിസ്റ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്നോളി ഇവളിങ്ങനെ മടക്കി വെക്കുന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടി ചെയ്യലേന്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അഥവാ നാട്ടിലെന്തെങ്കിലും ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണ്ടെങ്കിലും ഒരു ഐഡിയയും കൂടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നലെ ഇന്നുവിൻ്റെത് ഇരുന്ന് ശരിയാക്കുക, കാരണം ഇന്നുവിൻ്റെ കുറേ ഒഴിവാക്കാനുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വൃത്തിയിലാണ് മടക്കി വെക്കുന്നത്. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാം, ഇപ്പോൾ ഇന്ന് ചിലപ്പം അല്ലെങ്കിൽ നാളെ എങ്ങാനും നമ്മൾ ട്രോളി കൊണ്ടുപോകുന്ന ട്രോളിയെല്ലാം എടുത്ത് വെച്ച് അതിൽ ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാം നീറ്റിൽ മടക്കി വെക്കുകയാണേ ചെയ്യാം. ഇന്നൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ റൂമെല്ലാം ക്ലീൻ ചെയ്ത് ഫുഡെല്ലാം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് നമ്മൾ വെച്ച് രാവിലെ തന്നെ കുറച്ച് എന്താ പറയുക നുള്ളിപ്പെറുക്കിയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് അറിയില്ല, അതായത് ലാസ്റ്റ് വട്ട പർച്ചേസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചാൽ ഞാനും ചുമ്മാ ഇന്ന് ഫ്രൈഡേ ആണ്, ചുമ്മുന് ലീവ് വന്ന്. അപ്പോൾ ഞാനും ചുമ്മാ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കലേ, രാവിലെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ്. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നുവിനൊരു 11:30 ആകുമ്പോൾ സ്കൂൾ വിടും. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ അവിടെ പോയിട്ട് ഉളക്ക് കൂട്ടണം. അപ്പോൾ നമ്മൾ എന്തായാലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ടൊന്നും എന്തായാലും കഴിയില്ലല്ലോ. അപ്പോൾ വിചാരിച്ച് മതി ഇനി ഒന്നിക്ക് രാത്രി സമയം ഉണ്ടെങ്കിൽ പോവാം, അല്ലെങ്കിൽ നാളെ പോവാം. അങ്ങനെ എന്തെങ്കിലും ലാസ്റ്റ് വട്ട ചെറിയ ചെറിയ സാധനങ്ങളാണേ വാങ്ങാനുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ അങ്ങനെ പോയിട്ട് വാങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ വെച്ച് എന്തായാലും ഇനി രാവിലെ തന്നെ ക്ലീനിങ്ങോ അങ്ങനത്തെ ഇതെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പരിപാടി അവിടെ ചെയ്ത് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു തലവേദനയായിട്ട് ഇങ്ങനെ എടുത്തു വെക്കൽ. അപ്പോൾ അതവിടെ കഴിഞ്ഞാൽ ആ ഭാഗം ചിന്തിക്കണ്ടല്ലോ. പിന്നെ റൂം ക്ലീനിങ്ങും കിച്ചണിൻ്റെ ആ ഒരു ഒരുക്കങ്ങളും പോകുന്ന വകയിലുള്ള അങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ്ങേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ അങ്ങനെ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഇതിന് വേണ്ടി ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ വീഡിയോയും കൂടി ചെയ്തായിരിക്കും ഒരാൾക്കും എന്തെങ്കിലും ഒരു ടിപ്സ് കിട്ടിയാലോ അല്ലേ വീഡിയോന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. കുറേ ഞാൻ പോകുമ്പോഴുള്ള ഞാൻ ചെയ്യുന്ന കുറേ ടിപ്സും കാര്യങ്ങളെല്ലാം ഒന്നിക്കിൽ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ പോകുന്ന ആ ഒരു ദിവസത്തെ വീഡിയോയിൽ അങ്ങനെ എങ്ങനെയെങ്കിലും നോക്കട്ടെ കേട്ടോ, ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം നോക്കാം. കാരണം കുറേ പേര് ഇങ്ങനത്തെ ടിപ്സ് എല്ലാം ചോദിക്കലുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിന് നല്ല യൂസ്ഫുൾ ആണെന്നൊന്നും വീഡിയോയിൽ കമൻറ്റും ചെയ്യാനുണ്ട്, പേഴ്സണൽ മെസ്സേജും ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനത്തെ എല്ലാം എന്തെങ്കിലും ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അങ്ങനെ ഇതാ ഞാൻ തകൃതിയായിട്ട് അങ്ങനെ പാക്കിംഗ് അല്ല അറേഞ്ച്മെൻ്റ് എല്ലാം നടത്തിക്കൊണ്ട് നിൽക്കുന്ന നേരം ഷൊമ്മും വന്നേട്ടോ. അതിനിടയിൽ ഷൊമ്മുവിന് ഇന്ന് ലീവുള്ള ദിവസേനു, പക്ഷെ എന്തെല്ലോ ഓഫീസിൽ ചെറിയ പോകുന്നതല്ലേ, അപ്പോൾ ഒന്നുകൂടി കുറച്ച് പരിപാടികളൊക്കെ എക്സ്ട്രാ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ലീവുള്ള ദിവസമായിട്ടും ഇന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിക്കുമ്പോൾ പോകണം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിട്ട് തിരിച്ച് വന്നേനെ ഉച്ചയാകുമ്പോഴത്തേക്ക്. അങ്ങനെ ഷൊമ്മു പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് തന്നെ മൊത്തത്തിൽ നമുക്ക് ഡ്രസ്സിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും മൊത്തത്തിൽ ലെവൽ ചെയ്ത് വെക്കാം, പിന്നെ വാങ്ങിക്കേണ്ട എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഇന്ന് രാത്രി പോയിട്ട് അങ്ങനെ വാങ്ങിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കലേനെ. അപ്പോൾ ജമ്മു കൂടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ കഥയിലും പറഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കലേനു.
അപ്പോൾ അതിനിടയിൽ ഏകദേശം ഡ്രസ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായി. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമായി. അപ്പോൾ നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അവിടെ വെക്കാന്നുള്ളത്. കാരണം കുറച്ച് ചിക്കൻ പീസസ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ കുറച്ച് കുറച്ച് നമുക്ക് വെജീസും കാര്യങ്ങളെല്ലാം എല്ലാം ഇനി ഒഴിവാക്കാൻ പോവുമല്ലേ. അപ്പോൾ എല്ലാതും കൂടി ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ബിരിയാണി വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ള ചെറിയൊരു ബിരിയാണി കേട്ടോ, ഉച്ചക്കേക്ക് മാത്രമായിട്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലാണ് ഞാനും ചുമ്മാ രണ്ടാളും കൂടി തന്നെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി. ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ റെസിപ്പി ഇട്ടത് കൊണ്ട് തന്നെ റെസിപ്പി ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, പോകുന്ന തിരക്കിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടായിട്ടേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പോകുന്ന തിരക്കിൽ ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ എടുക്കാൻ നിന്നതിന് ഒന്നും നടക്കില്ല കേട്ടോ. കാരണം ഓൾറെഡി ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് നാട്ടിൽ പോയാലൊക്കെ ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണീൻ്റെ പരിപാടി നോക്കട്ടെ, എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. ഇന്നോനെ സ്കൂളിൽ നിന്ന് ചുമ്മാ കൂട്ടി വന്നിട്ട് അവളും കൂടിയായിട്ട് അങ്ങനെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും തിരക്ക് പിടിച്ചിട്ടൊക്കെ ഉണ്ടാക്കണം, ഇങ്ങനെ സമയമില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വേഗം ബിരിയാണിയാണ് കേട്ടോ വെക്കുക. ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ പോലെ എനിക്ക് തോന്നലുണ്ട്. പ്രത്യേകിച്ച് ഷമ്മു ഇന്ന് കട്ടിങ് എല്ലാം ചെയ്ത് വെജീസൊക്കെ കട്ട് ചെയ്ത് തരാനൊക്കെ ഷമ്മു ഇന്നുള്ളത് കൊണ്ട് ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നി കേട്ടോ. വേഗം പരിപാടി കഴിഞ്ഞ പോലെ ഉണ്ട്. പിന്നെ മെയിൻ ഇങ്ങനെ നമുക്ക് മാത്രമായിട്ട് തട്ടിക്കുട്ടി വെക്കുന്ന സമയത്ത് കുക്കറിൽ അവിടെ ഗീ റൈസ് വെക്കും, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്നിച്ച് ദമ്മിടും കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഞാനങ്ങനെ ദമ്മിടലും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ്ങിൻ്റെ പരിപാടിയുള്ളൂ കിച്ചണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി ഉണ്ട് കേട്ടോ, ഇനി ഒരുപാട് കിടക്കുന്നത്. അങ്ങനെ ഇതാ പിന്നെ ചോറെല്ലാം ദമ്മിട്ടതിന് ശേഷം ഞാൻ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവുമല്ലോ. പിന്നെ ഇന്നൊന്നും അങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള സമയം ഒന്നുമില്ല കേട്ടോ. കാരണം ഓരോരോ പണിയും തിരക്കും, പിന്നെ അതിനിടയിൽ നമ്മൾ ജോലിയും നോക്കണമല്ലോ. അത് മറന്നിട്ട് ബാക്കി തിരക്കിലേക്ക് ഏർപ്പെടാൻ പാടില്ലല്ലോ. യൂട്യൂബിൻ്റെ ഒരുപാട് പണികളുണ്ടായിരുന്നു, അതായത് വീഡിയോ എഡിറ്റിംഗ് ആയിട്ടും അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ ഒട്ടും സമയമൊന്നും അങ്ങനെ പൊതുവേ ഇവിടെ ഫ്രീ ആയിട്ട് അങ്ങനെ സമയം കിട്ടലൊന്നുമില്ല കേട്ടോ. അങ്ങനെ റെസ്റ്റ് എന്നുള്ളതൊന്നും ഇവിടെ കിട്ടലൊന്നുമില്ല. കാരണം എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട, നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളും ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജോലിയും അതുപോലെ അടിപൊളിയായിട്ട് കൊണ്ടുപോകണം. യൂട്യൂബർ എന്നുള്ള രീതിയിൽ തന്നെ എൻ്റെതായ ജോലി ഒരുപാടുണ്ട് അങ്ങനെ. അപ്പോൾ ഇത് അലക്കാനുള്ളതെല്ലാം അവിടെ ഇട്ട് പിന്നെ നമ്മളിതാ ലൂസിനെയും കൂട്ടിയിട്ട് ഷമ്മു വന്നിന് കേട്ടോ, നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോലെ മൂന്നാളും കൂടി. വലൈക്കും അസ്സലാം. ചെരുപ്പട്ടോ? ആ ചെരുപ്പട്ടോ. അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ലീവ്സ് മദ്രസയിലേക്ക് പോയി കേട്ടോ, ചുമ്മോളൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് കുറച്ച് ക്ലീനിങ് പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് പിന്നെ മൊത്തത്തിൽ നിങ്ങൾ നോക്കണ്ട കേട്ടോ, റൂമൊക്കെ വാരി വലിച്ചിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഓരോ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ കിട്ടുന്ന ടൈം നോക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഒരുക്കി വെക്കലും പിടിക്കലും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ലീവ്സിൻ്റെ ബുക്സും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച്, കാരണം ഇനിയിപ്പോൾ വന്നിട്ടല്ലേ നോക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിലെ ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് അവളിന് മദ്രസയിൽ പോയി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി പരിപാടി ചെയ്തിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ ഞാൻ നേരത്തെ അലക്കാനിട്ടിട്ടില്ലേ, അത് കൊണ്ടുപോയിട്ട് ആറിയിടുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒന്നും റെസ്റ്റൊന്നും എടുക്കുന്നില്ല, കണ്ടിന്യൂസ് എന്തെങ്കിലും എല്ലാം ആയിട്ടുണ്ടാവും. കാരണം തീരെ ഇനി സമയമില്ല പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെറിയ പർച്ചേസും ബാക്കിയുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ലീവ്സ് മദ്രസ വിട്ട് വന്നതിന് നമുക്ക് പോകാമെന്നെല്ലാം പറഞ്ഞിങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ അതാ ഒരു ഫോൺ കോൾ, 8-ന് പണി കിട്ടിയേട്ടാ. കാരണം വേറെ ഒന്നുമല്ല, ഇതാ ഷമ്മു മൊത്തത്തിൽ വാരി വലിച്ച് മേശയിൽ ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ എ സിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പിന് പകരം ചൂട് കാറ്റ് വരും എ സിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തായാലും പോകാനായതല്ലേ, പോയി വന്നിട്ട് എന്തായാലും മൊത്തത്തിൽ ക്ലീൻ ചെയ്താൽ വൃത്തിയാക്കാമെന്നെല്ലാം വിചാരിച്ച് വെച്ചത്
തന്നെ. അങ്ങനെ ഇന്നലെ തൊട്ട് നല്ല പണിയായി. എ സി ഒട്ടും വർക്ക് ചെയ്യാണ്ടായി. ഭയങ്കരമായിട്ട് ചൂട് കാറ്റ് വരെ ഉള്ള ചൂടിലും കൂടുതലായിട്ട് വരിക കേട്ടോ. അങ്ങനെ എ സി അവരെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്ത് അവർ വന്നതാണെങ്കിൽ ഇന്ന് നമ്മളെല്ലാം ഇങ്ങനെ ഓരോരോ പണിയായിട്ട് ഇങ്ങനെ തിരക്കിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കായിട്ടാണ് അവർ വന്നിട്ടുണ്ടായത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് ശരിയാക്കണമല്ലോ, അതല്ലേ അവരെ നമ്മൾ വിളിച്ചത്. അങ്ങനെ അവർ വന്നല്ലോ, എ സി മൊത്തം കഴിച്ച് ബാൽക്കണിയിൽ ഞാൻ മൊത്തം വൃത്തിയാക്കിയതായിരുന്നു. അവിടുന്ന് മൊത്തം കുറേ ഭാഗം അടിച്ച് കഴുകി, അത് കൂട്ടാണ്ട് ബാത്റൂമിൽ നിന്ന് അടിച്ച് കഴുകി. അങ്ങനെ കംപ്രസർ ബ്ലോക്ക് ആയതാണ്, കച്ചറൊക്കെ പൊടി കണ്ണിയിട്ട്. അങ്ങനെ അങ്ങനെ വീണ്ടും നമ്മൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ ചുമ്മാ നല്ല 8ൻ്റെ പണിയാണ് കിട്ടുക. കാരണം കറക്റ്റ് ആ ഒരു ടൈമിങ്ങിൽ തന്നെ അതാ അവർ ബാൽക്കണിയിൽ നിന്നൊക്കെ കുറേ അടിച്ച് കഴുകി മൊത്തം ചളിയെല്ലാം ഉണ്ടാവും, ഇത് വെള്ളം അടിച്ച് കഴുകുന്നതല്ലേ. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി കേട്ടാ. എന്തായാലും നമുക്ക് വേണ്ടിയിട്ടാണല്ലോ, തണുപ്പില്ലാതെ. കാരണം ഇവിടുത്തെ ചൂട് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാൻ പറ്റും, ഒട്ടും സഹിക്കാൻ പറ്റില്ല. എ സി ഇല്ലാണ്ട് നല്ല ചൂട് തുടങ്ങി ഇപ്പോൾ. അപ്പോൾ റൂമിൽ നമ്മൾ അടച്ച് നിൽക്കുമ്പോൾ എ സി ഇല്ലെങ്കിൽ വല്ലാതൊരു ശ്വാസം മുട്ടുന്ന പോലെയാണ് ചൂട് കൂടിയിട്ട്. അങ്ങനെ മൊത്തത്തിൽ അവർ പോയതിന് ശേഷം ഞാനും ചുമ്മാ ഒന്ന് മെനക്കെട്ട് റൂമെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഫ്രഷായി ലീവ്സിനെല്ലാം മദ്രസയെല്ലാം കൂട്ടി വന്നിട്ട് പർച്ചേസിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. പർച്ചേസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ കൊണ്ടുപോകേണ്ട സാധനം അത്യാവശ്യം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പുറത്തൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ. അങ്ങനെ ഇത് പർച്ചേസ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ലാസ്റ്റ് മൊമെൻറ്റിലുള്ള ഒരു അല്ലറ ചില്ലറ സാധനങ്ങളുണ്ടാവില്ലേ, നമ്മളതായ സാധനങ്ങൾ, അങ്ങനത്തത് വാങ്ങാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പർച്ചേസ് വ്ളോഗായിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം സാധാരണ പ്രവാസികളെ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടാവും അതന്നെ ഒട്ടുമിക്ക ആളുകളെ പെട്ടിയിലും ഉണ്ടാവുള്ളൂ. സോപ്പ്, സ്പ്രേ, പെർഫ്യൂംസ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്, പിന്നെ ആർക്കെങ്കിലും എല്ലാം കൊടുക്കാനുള്ള ഗിഫ്റ്റുകൾ, സാധനങ്ങൾ, അങ്ങനത്തെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പർച്ചേസ് വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടുമില്ല. പിന്നെ ഇതിപ്പോൾ ലാസ്റ്റ് പർച്ചേസിന് വന്നതെന്ന് വെച്ചാൽ നമുക്കുള്ള സാധനം, അതായത് എനിക്ക് 1-2 ഷോൾ വേണമായിരുന്നു, ഇന്നൊരു ഷൂസ് വേണമായിരുന്നു. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ ഇപ്പം വേണ്ടുള്ളൂ. അത് വേഗം കഴിയുകയും ചെയ്യും. ഷോളിപ്പം ജേഴ്സി ഹിജാബാണല്ലോ ട്രെൻഡ്. അപ്പം നമുക്കിവിടെ ജേഴ്സി ഹിജാബ് എന്ന് ഇതിൻ്റെത് ഇപ്പോഴാണ് ഞാനും പേരറിയുന്നത്. പക്ഷെ ഇപ്പം ഇത് ആദ്യം മുതൽക്കേ എനിക്കെല്ലാം മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മെറ്റീരിയലുള്ള ഷോള്, ബനിയൻ ക്ലോത്തിൻ്റെത് ഇവിടെയൊക്കെ കാണലും ഉണ്ട്. ഇപ്പോൾ ജേഴ്സിയാന്ന് എന്നുള്ളത് ഇപ്പോഴാണ് പേര് ട്രെൻഡായിട്ട് അറിയുന്നത്. അങ്ങനെ അപ്പോൾ ആ 2 ഷോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലിയൂസിൻ്റെ ഷൂസ് പിന്നെ ഭയങ്കര കോമഡി ആയിരിക്കും എടുക്കാൻ വന്നു കഴിഞ്ഞാൽ. അവൾക്ക് പിങ്കേ പിടിക്കുകയുള്ളൂ. എത്രയോ കാലമായി കേട്ടാ. എനിക്ക് തോന്നുന്നു അവൾ ഇങ്ങനത്തെ ടൈപ്പ് ഷൂസ് ഇടാൻ തുടങ്ങിയ കാലം തൊട്ടിട്ട് ഇപ്പോൾ വരെ പിങ്ക് തന്നെ സ്ഥിരം. അപ്പോൾ ആൾക്കാർ വിചാരിക്കാമല്ല ഇവൾക്ക് ഈ ഷൂസേ ഉള്ളൂ. പക്ഷേ സംഭവം മാറ്റുന്നുണ്ട് പഴയതാകുന്നതിന്. പക്ഷെ പിങ്ക് ആയിരിക്കും എപ്പോഴും അവൾ വാങ്ങുക. അങ്ങനെ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്, ലാവൻഡറിൽ ഒതുക്കിയിട്ടുണ്ട്. എന്നാൽ അത് പിങ്ക് ടച്ചിൻ്റെ ഏകദേശം വരുന്നത്. പിന്നെ ഇതാ നമ്മൾ നെസ്റ്റോന്ന് ഒരു പാന് നോക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ നമുക്കിപ്പോൾ ഒരു ടാസ്ക് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് 2 ഉമ്മമാരോടും വിളിച്ചിട്ട് ചോദിക്കും എന്താ വേണ്ടത് എന്നുള്ളത്. 2 ഉമ്മമാരും ചക്കിക്കൊത്തെ ചങ്കരെന്ന് നമ്മൾ പറയില്ല, അതുപോലെ കേട്ടാ. ഒന്നും വേണ്ട മക്കളെ, ഇവിടെ ഇല്ലാതായിട്ട് എന്നാ ഉള്ളത്, നിങ്ങളിങ്ങ് വന്നാൽ മതി, ആ ഒരു ടോണിലാണ് എൻ്റെ ഉമ്മയും ജമ്മുൻ്റെ ഉമ്മയും എല്ലാം പറയാൻ. അങ്ങനെ നിർബന്ധിച്ചിട്ട് ഇപ്രാവശ്യം ജമ്മുൻ്റെ ഉമ്മ ഒന്ന് പറഞ്ഞത് എന്നൊരു ദോശൻ്റെ പാന് കൊണ്ടുത്തന്നേന്ന്. എൻ്റെ ഉമ്മാനോട് ചോദിച്ചാലും പറഞ്ഞത് എന്നാൽ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്കൊരു മീൻ മുറിക്കുന്ന കത്രിക മതി, വേറൊന്നും വേണ്ട. രണ്ടാളും കണക്കായിട്ടാ ഈ കാര്യത്തിൽ. പക്ഷെ അവർ പറയാതെ തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് കൊടുക്കും. 2 ഉമ്മമാരിക്കാലും ഉപ്പമാരിക്കാലും ആയിരിക്കാലും വീട്ടിലുള്ള. പക്ഷെ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ അവരെ ഇഷ്ടത്തിനൊന്ന് വാങ്ങുമ്പോൾ അതൊരു എക്സ്ട്രാ സന്തോഷമല്ലേ. അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറ എന്നുള്ളത്. അപ്പോൾ പറയാം മെയിനായിട്ട് ഇതാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. അങ്ങനെ അതും വാങ്ങിച്ച് എല്ലാതും കഴിഞ്ഞ് കേട്ടോ. നമ്മളെ പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല കുറേ സാധനമൊന്നുമില്ല, ഇങ്ങനെ 1-2 മിസ്സായ സാധനങ്ങൾ മാത്രമേ വാങ്ങാനുണ്ടായിട്ടുള്ളൂ. പിന്നെന്താ വിശേഷം? അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. കാരണം കുറേ ദിവസത്തിന് ശേഷമല്ലേ നമ്മൾ വീഡിയോ ഇട്ടത്. അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം ഒരു 1 മന്തായി തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇനിയുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇത്രയും ഡിലേ ആയത്, എന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞെന്നുള്ളതെല്ലാം മനസ്സിലാവും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്